നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഞാൻ ശരിക്കും പേടിച്ചുപോയി കാവ്യ. നിലയുടെ ഫ്രണ്ട് കാവ്യ എന്ന് പറഞ്ഞു ഇവളെ കാണാൻ ആരോ വന്നു എന്ന്. അതാ ഞാൻ ഓടി വന്ന്. ഞാൻ കരുതി മുകുന്ദനോ അമ്മാവനോ മറ്റോ ആണെന്ന്. കിരൺ പറഞ്ഞിട്ട് ശോഭന ടീച്ചർ അതിശയത്തോടെ നീലാംബരി നോക്കി. തറവാടിലെ കാര്യങ്ങളൊക്കെ ഈ നിൽക്കുന്ന കിരണിനെ എങ്ങനെ അറിയാമെന്നായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം. നീലാംബരിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. ശോഭന ടീച്ചർ എന്തെങ്കിലും പറയും മുമ്പ് തന്നെ നീലാംബരിക്കാര് സംസാരിച്ചു. അത് പിന്നെ ടീച്ചറമ്മ, ഞാൻ കിരണേട്ടനോട് പറഞ്ഞിട്ടുണ്ട് അമ്മാവനെയും മുകുന്ദനെയും കുറിച്ച്. അവര് കുറച്ച് സ്ട്രിക്റ്റ് ആണെന്നൊക്കെ. മാത്രമല്ല മുകുന്ദനെ പരിചയപ്പെടാൻ നടക്കുക കിരണേട്ടൻ. ശോഭന ടീച്ചർ ഒന്ന് പുഞ്ചിരിച്ചു. അവർക്ക് കാര്യം മനസ്സിലായി. നീലാംബരി അധികമൊന്നും പറയാൻ വഴിയില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു. പിന്നെ ടീച്ചറമ്മ, കിരണേട്ടൻ ഈ കമ്പനിയുടെ ഓണറാ. ഈ ഫോട്ടോയിൽ കാണുന്ന ആസാറിന്റെ മകൻ. അത് കേട്ട് ശോഭന ടീച്ചർ ഒരു നിമിഷം കിരണിനെ നോക്കി തറഞ്ഞെന്ന് പോയി. എന്താ ടീച്ചർമ്മ, എന്തു പറ്റി? എന്താ കിരണേട്ടൻ ഇങ്ങനെ നോക്കുന്നത്? നീലാംബരി ചോദിച്ചു. അവർ പെട്ടെന്ന് ഓട്ടം മാറ്റി മുഖത്തുള്ള പതർച്ച മറച്ചു വെച്ച് പറഞ്ഞു, എവിടെയോ കണ്ടുപോലെ നേരത്തെ തോന്നിയിരുന്നു, അതാ നോക്കിയെന്ന്. ഓ അതാണ്, ന്യൂസിലാവും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഈ ഓഫീസ് ഓപ്പൺ ആക്കുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ കണ്ടതാവും. പിന്നെ ഇവള് പറയും പോലെ ഓണർ എന്നൊക്കെ ഒരു പേര് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ജാന. കിരൺ പറയുമ്പോഴും നിറഞ്ഞു വന്ന കണ്ണുകൾ ശോഭന ടീച്ചർ കഷ്ടപ്പെട്ട് ഒളിപ്പിച്ച്. പിന്നെയും ഒത്തിരി നേരം അവർ ഓരോന്ന് പറഞ്ഞങ്ങനെ നിന്നു. ഞാൻ ഇറങ്ങട്ടെ മോളെ, പ്രേമേട്ടൻ ഒറ്റക്ക. 1-2 മണിക്കൂറായി ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട്. കിരണിനോട് യാത്ര പറഞ്ഞ് അവർ നടന്നു. റോഡ് വരെ അവളും പോയി, അവളുടെ പ്രിയപ്പെട്ട ടീച്ചർ അമ്മയ്ക്കൊപ്പം. ഓട്ടോയിൽ കയറുന്നതിന് മുമ്പ് വാത്സല്യത്തോടെ അവരവളുടെ നെറുകിൽ കൈ ചേർത്തു. അവൾ അവരെ കെട്ടിപ്പുണർന്നു. മോള് വിഷമിക്കേണ്ട. പരന്നു കിടക്കുന്ന നാദ പാരൽസ് എന്ന കൂറ്റൻ കെട്ടിടത്തിലേക്ക് നോക്കി അവർ പറഞ്ഞു. എത്തേണ്ടടുത്ത് തന്നെയാ മോളെ ആ ശക്തി എത്തിച്ചത്. നീലാംബരി തിരിച്ചെന്തെങ്കിലും പറയും മുമ്പ് തന്നെ ഓട്ടോ പോയി കഴിഞ്ഞിരുന്നു. തിരിച്ചു നടക്കുമ്പോൾ ടീച്ചറമ്മ പറഞ്ഞതിനെ പറ്റി അവൾ ഒത്തിരി ആലോചിച്ചു. എന്താവും അങ്ങനെ പറഞ്ഞ്? എന്നെ ഈ ഓഫീസിൽ എത്തിച്ച ഏത് ശക്തി എന്ന ടീച്ചറമ്മ പറഞ്ഞ്? അവളൊന്ന് ദീർഘശ്വാസം എടുത്തു. പറ്റിയാൽ ഈ ആഴ്ച തന്നെ ടീച്ചറമ്മ ഈ അങ്കിളിനെ ഹോസ്പിറ്റലിൽ പോയി കാണണം. തന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഒത്തിരി നേരം ടീച്ചർക്കൊപ്പം സമയം ചെലവഴിക്കണം. അവൾ മനസ്സിൽ കണക്ക് കൂട്ടി. ഗ്രൗണ്ട് ഫ്ലോറിലെ തിരക്ക് നീലാംബരി ശ്രദ്ധിച്ചു. ലഞ്ച് ബ്രേക്ക് സമയമായിരിക്കുന്നതുകൊണ്ട് ലിഫ്റ്റിന് മുമ്പിൽ നല്ല തിരക്കുണ്ട്. 2 ലിഫ്റ്റ് വീതുണ്ടെങ്കിലും അത്യാവശ്യം 2 നല്ല തിരക്കാണ്. ഫുഡ് വാങ്ങി പോകുന്നവരും ഫുഡ് കഴിക്കാൻ പോകുന്നവരും ഫയൽസുമായി പോകുന്നവരൊക്കെ ഉണ്ട്. എന്തായാലും തിരക്കൊഴിയും വരെ കാത്തിൽക്കാൻ വയ്യ. 12th ഫ്ലോർ വരെ പോവേണ്ട തനിക്ക് കിരണേട്ടനെ കാണാനുമില്ല. ഓർത്തുകൊണ്ട് അവൾ ഓടി മുകളിലേക്ക് പോകുന്ന ലിഫ്റ്റ് മുമ്പിലായി വന്നു നിന്നു. പാർക്കിങ്ങിൽ നിന്ന് മുകളിലേക്ക് വരികയാണ് ലിഫ്റ്റ്. എങ്ങനെ ഇതിൽ തന്നെ കയറി എത്രയും പെട്ടെന്ന് തന്റെ ഫ്ലോറിലെത്തണം. കാവ്യ ഫുഡും കഴിക്കാതെ താൻ വരുന്ന കാത്തു നിൽക്കുന്നതായിരിക്കും. ഇനിയോ ഓഫീസിൽ തന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടായിക്കാണോ ആവോ. ഫോൺ പോലും കയ്യിലില്ല. എന്താ ചെയ്യാ? അങ്ങനെ പല വിധത്തിലുള്ള ചിന്തകൾ അവളിൽ നിറഞ്ഞു. ലിഫ്റ്റ് ഓപ്പൺ ആയതും അതിനുള്ളിൽ തിരക്ക് കണ്ട് അവൾ കണ്ണുമിഴിച്ചു. പിന്നെയൊന്നും നോക്കിയില്ല. മുട്ടനാട് കുത്താൻ പോകുന്ന പോലെ അവൾ നുഴഞ്ഞകത്ത് കയറി ഏറ്റവും പുറകിലേക്ക് പോയി. കാരണം തനിക്ക് ഏറ്റവും ഒടുക്കമാണല്ലോ ഇറങ്ങേണ്ടത്. മുന്നിലെങ്ങാനും പെട്ടുപോയ ഓരോ ഫ്ലോറിലും തിരക്കാരനെ ഇറങ്ങി കയറേണ്ടി വരും. നുഴഞ്ഞു കയറി അവസാനം പുറകിലെത്തിയപ്പോൾ അവളും ഞെട്ടി. തൊട്ടുമുന്നിൽ ലിഫ്റ്റിന്റെ വാളിനോട് ചേർന്ന് പാന്റിന്റെ ഇരുപോക്കിലും കൈയിട്ട് ചാരി നിൽക്കുകയാണ് ജാൻ. ഒന്ന് പകച്ച് അവളൊരടി പുറകിലേക്ക് വെച്ച്. പക്ഷെ പുറകിൽ നിന്നുണ്ടായ മറ്റുള്ളവരുടെ ഉന്തും തള്ളിലും പെട്ട് അവൾ കൂടുതൽ ശക്തിയോടെ മുന്നിലേക്ക് ആഞ്ഞുപോയി. അവന്റെ ദേഹത്ത് തന്റെ ശരീരം ഇടിക്കാതിരിക്കാൻ അവന്റെ ഇരു സൈഡിലും ലിഫ്റ്റിന്റെ വാളിൽ അവൾ കൈകൾ കുത്തി അങ്ങനെ നിന്നു. ലിഫ്റ്റ് ഓവർലോഡ് കാരണം ആര് പുറത്തിറങ്ങണമെന്ന തർക്കം തുടർന്നുകൊണ്ടിരുന്നു. പുറകിൽ ജാൻ നിൽക്കുന്ന ശ്രദ്ധിച്ചിലർ അധികം തർക്കിയാ പുറത്തേക്ക് ഇറങ്ങി. ഓരോ ഫ്ലോറിലും ഇറങ്ങാനും കയറാനും ആൾക്കാരുണ്ടായിരുന്നു. തന്റെ മുഖത്ത് നോക്കാതെ കണ്ണുകൾ അടച്ച് മുഖം താഴ്ത്തി നിൽക്കുന്നവളെ ജാനൊന്ന് നോക്കി. അവന്റെ ചൂട് ശ്വാസം അവളുടെ മുഖത്ത് വന്ന് പതിക്കുന്ന അവൾ അറിയുന്നുണ്ടായിരുന്നു. മറ്റുള്ളവർ തന്നിൽ തരുന്ന ബലം മുഴുവൻ ജാന്റെ ഇരു സൈഡിലും കുത്തിവെച്ചിരിക്കുന്ന കൈകളിലേക്ക് അവൾ കൊടുക്കുന്നുണ്ടായിരുന്നു. വിയർപ്പ് കണങ്ങൾ അവളുടെ നെറ്റിയിലൂടെ ചെവിക്ക് ഇരു സൈഡിലൂടെ കഴുത്തിലേക്ക് ഒലിച്ചിറങ്ങുന്നതും പിന്നീട് അത് അവളുടെ ഉടുപ്പിനുള്ളിലൂടെ മാറിലേക്ക് ഓടി ഒളിക്കുന്നതും അവൻ നോക്കി നിന്നു. തന്റെ ദേഹത്ത് സ്പർശിക്കാതിരിക്കാൻ അവൾ സ്വയം തളരുകയാണെന്ന് അവന് മനസ്സിലായി. 6th ഫ്ലോറിൽ ലിഫ്റ്റ് ഓപ്പൺ ആയതും ജാൻ ഉച്ചത്തിൽ ദേഷ്യത്തോടെ പറഞ്ഞു, "Everyone standing in front of the elevator should get down now." അപ്പോഴാണ് നീലാംബരി കണ്ണുകൾ തുറന്ന് അവനെ നോക്കിയത്. പോവാൻ പറ്റാത്ത വിധം ലിഫ്റ്റിന്റെ ചുമരിന്റെ ഇരു സൈഡിലും കൈകൾ കുത്തി തന്നെ ലോക്ക് ചെയ്ത് നിൽക്കുന്നവളെ അവനൊന്ന് ഗൗരവത്തോടെ നോക്കി. അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാവാതെ അവൾ അവന്റെ മുഖത്ത് തന്നെ നോക്കി നിന്നു. ഒന്ന് കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നുകൊണ്ട് അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു, "മൂവ്." അവൾ ഒരിക്കൽ കൂടി കേൾക്കാത്ത പോലെ ചോദിച്ചു, "Stay away from me." അതൽപ്പം കടുത്തുപോയി. അവൾ കൈകൾ പെട്ടെന്ന് മാറ്റി സൈഡിലേക്ക് മാറിയിരുന്നു. അവൾ ഒരിക്കൽ കൂടിയും സൂക്ഷിച്ചു നോക്കി. അവൻ പുറത്തേക്ക് പോയി. ഇയാൾക്ക് തലക്ക് സുഖല്ലേ? 6th ഫ്ലോറിൽ ഇറങ്ങാൻ എന്തിനാ പുറകിൽ വന്ന് ചുമനിച്ചാരി നിൽക്കുന്നത്? ഇതൊരുമാതിരി ഞാനെന്തോ അയാളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പോലെയാണല്ലോ ഇറങ്ങിപ്പോയത്. ഒരു ലിഫ്റ്റ് ആകുമ്പോൾ കുറച്ച് തിരക്കൊക്കെ കാണും. അല്പം തട്ടിമുട്ടിന്നൊക്കെ ഇരിക്കും. ഞാൻ ഇയാളെ തൊട്ടൊന്നുമില്ലല്ലോ. ഇങ്ങനെ ചാടിത്തുള്ളി പോവാൻ. അല്ലെങ്കിൽ തൊടാൻ പറ്റിയൊരു മുതല്. ഒരു സ്റ്റേ അവേ ഫ്രം മീ.
12th ഫ്ലോർ എത്തുന്നവരെ മനസ്സുകൊണ്ട് അവൾ അവനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. കാവ്യ ക്ഷമയോടെ നീലാംബരിയെ കാത്തു നിന്നു. പറഞ്ഞുവിട്ട കിരണിനെയും കാണാനില്ല. ഫോൺ വിളിക്കാമെന്ന് വെച്ചാൽ കിരണിന്റെ നമ്പരും കയ്യിലില്ല. കാണുമ്പോഴൊക്കെ വഴക്കടിക്കുന്നതുകൊണ്ട് ഇതുവരെ കിരണിന്റെ നമ്പർ വാങ്ങാനും തോന്നിയിട്ടില്ല. ഓഫീസിൽ നിന്ന് നീലാംബരിയുടെ നമ്പർ തപ്പിയെടുത്ത് അവന് വിളിക്കാമെങ്കിൽ എന്താ തന്നെയും വിളിച്ചാല്. കഴിഞ്ഞ ദിവസങ്ങളിൽ കിരൺ ഓഫീസിൽ വരാതിരുന്നപ്പോഴും എല്ലാ ദിവസവും നീലാംബരിയെ വിളിക്കുമായിരുന്നു. ഒരിക്കൽ പോലും കാവ്യ എവിടെയെന്നൊരു വാക്ക് ചോദിച്ചിട്ടില്ല കിരൺ. കാവ്യ ഓരോന്ന് ആലോചിച്ചങ്ങനെ ഇരുന്നു. ശോ, ഈ അസത്ത് പോയിട്ട് ഒത്തിരി നേരമായല്ലോ. ആ മുകുന്ദനവിടെ സ്റ്റിക്കറാക്കി എന്നോ പറഞ്ഞുവിട്ട ആള് നല്ല ബെസ്റ്റ് ആയിട്ടാ. ടി വി ഉണ്ടായ കാലത്തുള്ള കാർട്ടൂണാണ് കിരൺ. കാവ്യ സ്വയം പിറുവിറുത്തു. അപ്പോഴാണ് ഓഫീസ് ഡോർ തുറന്ന് നീലാംബരി അകത്തേക്ക് വരുന്ന കാവ്യ കണ്ടത്. അവളുടെ മുഖമാകെ ദേഷ്യത്താൽ ചുമന്നിരിക്കുന്നു. കാണുമ്പോഴേ കലിപ്പിലാണെന്നറിയാം. അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് കാവ്യയ്ക്ക് മനസ്സിലായി. അതുകണ്ട് കാവ്യയ്ക്കും ബാധ കൂടി. കാവ്യ നാഗവല്ലിയെ പോലെ പതിയെ പതിയെ അവൾക്കടുത്തേക്ക് ചെന്നു. എന്താ എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? ആരാ വന്ന്? ഞാൻ എത്ര നേരമായിട്ട് ഇരിക്കാൻ നിന്നെയും കാത്ത്. നീ എവിടെയായിരുന്നു ഇത്രയും നേരം? കിരണിനെ കണ്ടോ? ഗംഗേ, വല്ലാത്ത സൈക്കിക് വൈബ്രേഷൻ ആണല്ലോ. കേറി കയറി എങ്ങോട്ടാ പോകുന്നേ? നീ ആരാ? നാഗവല്ലിയോ? ഒരുമാതിരി മുല്ലമുട്ടുമാല, മാങ്ങമാല, മേക്കാമോതിരം, നെറ്റിച്ചുട്ടി എന്നൊക്കെ പറയും പോലെയാണല്ലോ ഓരോന്നും ചോദിക്കുന്നത്. നാഗവല്ലി കൂടിയ പോലെയുള്ള കാവ്യയുടെ ചോദ്യങ്ങൾ കേട്ട് നീലാംബരി അവളെ കുലുക്കി മറിച്ചുകൊണ്ടാണ് അത്രയും പറഞ്ഞു. ആ വന്നല്ലോ, കിരണേട്ടന്റെ പുന്നാരപ്പങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്തു വന്നല്ലോ. എന്നെ കളിയാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കിയത് രണ്ടും. ആ നകുലെ, ആ മുകുന്ദൻ നിന്നെ തല്ലിക്കൊന്നറിയാൻ ഞാൻ ഇവിടുന്ന് ഒരു സണ്ണി ഡോക്ടർ അങ്ങോട്ട് അയച്ചിരുന്നു. ആ പേടിക്കണ്ട, മാടമ്പള്ളി മനയിൽ നിന്നും ബാധ കൂടി ആരും വന്നിട്ടില്ല. നീലാംബരി ഒരു പുച്ഛത്തോടെ പറഞ്ഞു. ഹോ, മതി മണിത്രതായി കളിച്ച്, നീ കാര്യം പറ, ആരാ വന്ന്? കാവ്യയുടെ ക്ഷമ കിട്ടു. വന്നതിന്റെ ടീച്ചറമ്മയാ, പാവം എന്നെ ഒന്ന് കാണാൻ ഓടി വന്ന, പെട്ടെന്ന് പോവുകയും ചെയ്തു. ഡി കാവ്യ, നമുക്ക് ഈ സൺഡേ ഹോസ്പിറ്റലിൽ ടീച്ചറമ്മനെങ്കിലും കാണാൻ പോയല്ലോ. ഏയ് പറ്റില്ല, സൺഡേ ഞാൻ നാട്ടിൽ പോവാടി. അമ്മേനെ അനിയൻ കാണാൻ കൊതിയാവുക. 2 ആഴ്ചയായി പോയിട്ട്. നീ പോകുന്നില്ല ട്രിവാൻഡ്രത്തേക്ക്? കാവ്യ ചോദിച്ചു. ഓ, എനിക്ക് കൊതിയോടെ പോയി കാണാൻ അവിടെ ആരുമില്ല. അപ്പൊ നിന്റെ ഭദ്രമ്മയോ? കൊള്ളാം, അമ്മയെ കാണാൻ കൊതിമൂത്ത് പുലിമണൽക്കാരി ചെല്ലാൻ മാത്രം ബുദ്ധിയില്ലാത്തവളല്ലേ ഈ നീലാംബരി. അമ്മ അവിടെ തന്നെ കാണും, എങ്ങും പോവില്ല. നിനക്ക് പേടിമുത്തി ഭ്രാന്തായതാ. വല്ല ഏൽസോ മറ്റേ ജപിച്ച് കെട്ടാൻ നോക്ക്. കാവ്യ നീലാംബരിയെ കളിയായിക്കൊണ്ട് പറഞ്ഞു. അതൊക്കെ എപ്പോഴേ കട്ടു ബോധിച്ചു. എന്തോന്ന്? ഏലസൊക്കെ എപ്പോഴോ കെട്ടി ബോധിച്ചു എന്ന്. ആണോ? എന്നിട്ടവിടെ നിന്റെ കഴുത്തിലില്ലല്ലോ. കാവ്യയുടെ മാലയിൽ പിടിച്ചു നോക്കി. കഴുത്തിലല്ലടി, പിന്നെ എവിടെയാ? കാവ്യക്ക് സംശയമാണ്. അരയില. നീലാംബരി കണ്ണുകൾ മുറുക്കി അടച്ച് നാണഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. സത്യം ആണോ? അറിഞ്ഞാണോ ഡി? കാവ്യയോട് അടുത്ത് വന്ന് കുറുമ്പോടെ ചോദിച്ചു. ഏയ് അതൊന്നുമില്ല. പിന്നെ ഏലസ് അവിടെ ഒട്ടിച്ചു വെച്ചേക്കുവാണോ? ചാനലിൽ കുറച്ച് കെട്ടിയ കൊടി പുല്ലേ. ഓഹോ, ബ്ലാക്ക് ഓർ റെഡ്? ബ്ലാക്ക്. നീലാംബരി വീണ്ടും കുസൃതിയുടെ മുഖം പൊത്തി നാണിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ അത് പോട്ടെ. ടീച്ചറമ്മയാണ് വന്നെന്ന് പറഞ്ഞിട്ട് നീ എന്താ ദേഷ്യത്തിൽ വന്ന്? നിന്റെ മട്ടുമ്പാകം കണ്ടപ്പോൾ ഞാൻ കരുതി നിന്റെ തറവാട്ടിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും വന്നതെന്ന്. പിന്നെ ദേഷ്യം വരാതെ ആ ജാൻസാറിനെ അരച്ചു കലക്കി കുടിക്കാൻ എനിക്ക് തോന്നിയത്. നീലാംബരി ലിഫ്റ്റിൽ നടന്ന കാവ്യയോട് പറഞ്ഞു. ദേഷ്യത്തോടെ ജാനെ വീണ്ടും അവൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാം കേട്ടപ്പോൾ കാവ്യക്ക് ചിരിയടക്കാനായില്ല. ജാൻ നിന്നെ പേടിച്ച് ലിഫ്റ്റിൽ നിന്ന് പോയെന്നോ? അത് കൊള്ളാം, നീ അങ്ങനെ കയറി പിടിക്കാൻ ചെന്നതാണ്. ഞാനെന്തിനാ അങ്ങനെ കയറി പിടിക്കുന്നു? ഇതാവുന്നില്ല. എന്നെ കണ്ടപ്പോൾ അയാളുടെ കൺട്രോൾ പോയി കാണും. ഞാൻ അത്രയും അടുത്ത് പോയി നിന്നപ്പോൾ എങ്ങാനും അയാളെന്നെ കയറി പിടിച്ചാലെന്ന് ഓർത്ത് പേടിച്ചിറങ്ങിപ്പോയതാ വങ്ങേര്. ഓ പിന്നെ എനിക്ക് അങ്ങനെയല്ലേ തോന്നുന്നു. പുള്ളിക്ക് നീ അത്രയും അടുത്ത് നിന്നപ്പോൾ ഇറിറ്റേഷൻ തോന്നിക്കാണും. ഇനി എങ്ങാനും ജാൻ മറ്റേതാണോ? കാവ്യ സംശയം പോലെ ചോദിച്ചു. മറ്റേതോ? അതെന്താ? ഗേ ആയിരിക്കോ? ഏയ് അല്ല, നീലാംബരി ഉറപ്പിച്ച് പറഞ്ഞു. അത് നിനക്കെങ്ങനെ അറിയാം? അത് എനിക്കങ്ങനെ അറിയാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടായിട്ടല്ല. ആയിരിക്കില്ല, അത്ര തന്നെ. കണ്ടാലും പറയില്ലല്ലോ. ജാൻ അവളോട് മുമ്പ് സംസാരിച്ചൊക്കെ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. ഗേ ആയ ഒരാൾ അങ്ങനെയൊക്കെ അടുത്തിരുന്ന് നിന്ന് സംസാരിക്കും ഒരു പെണ്ണിനോട്. ഒന്ന് പോടി, കണ്ടാൽ മനസ്സിലാക്കാത്ത അസുഖമല്ല ആണോ? നാച്ചുറൽ ആയിട്ടുള്ള കാര്യമല്ലേ. ഇപ്പൊ നീ എന്നെ നോക്ക്. ഞാൻ നിന്നോടും കിരണോടും ഒരുപോലെയല്ലേ പെരുമാറുന്നത്. എന്നെ കണ്ടാൽ ലെസ്ബിനാണെന്ന് പറയും. ഇപ്പൊ കിരൺ എന്നെ ഫിസിക്കലി മറ്റൊരു രീതിയിൽ ടച്ച് ചെയ്യാൻ നോക്കിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യുന്ന വിചാരിക്കുക. അപ്പോഴേക്കും ഞാൻ അവനോട് പറഞ്ഞ് ഞാൻ ലെസ്ബിനാണ്, നിനക്ക് അങ്ങനെ കാണാൻ പറ്റില്ല എന്ന്. നീ അയാളെ എങ്ങനെ ന്യായീകരിച്ചാലും വേണ്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ആവാലോ. അയാൾക്ക് ഞാൻ അടുത്ത് വന്ന് നിന്നപ്പോൾ അയാളുടെ കൺട്രോൾ പോയി കാണും. അങ്ങനെ ഇറങ്ങിപ്പോയതാവും. അല്ല ഗേ ആണ്. കാവ്യ വാശി പിടിച്ചു. കൺട്രോൾ പോയിട്ട് തന്നെയാ. നീലാംബരിയും വിട്ടുകൊടുത്തില്ല. അല്ല, ആർക്കവിടെ കൺട്രോൾ പോയത്? ഇരുവരുടെയും സംസാരം കേട്ടത് പെട്ടെന്ന് അവിടേക്ക് വന്ന കിരൺ രണ്ടുപേരോടായി ചോദിച്ചു. ജാൻ സാറിന്. നീലാംബരിയും കാവ്യ ഒരേ സ്വരത്തിൽ പറഞ്ഞു. ചതിച്ചല്ലോ ഭഗവതി. കിരൺ തലയിൽ കൈവച്ച് കണ്ണും തള്ളി അങ്ങനെ നിന്നുപോയി. കാട്ടുവർമ്മ ചേട്ടാ. നീലാംബരി വീണ്ടും മണിചിത്രത്താഴി തുറന്നു. കിരണിനെ അവൾ കുസൃതി ചിരിയോടെ കുലുക്കി വിളിച്ച്. ആസത്തുക്കളെ എന്റെ കൂടോ പറഞ്ഞുകൊണ്ട് രണ്ടുപേരുടെയും കയ്യിൽ പിടിച്ച് വലിച്ച് കിരൺ വേഗത്തിൽ വാഷ്റൂം ലക്ഷ്യമാക്കി ഓടി. കിരൺ കയ്യിന്ന് വിട്, വേദനിക്കണു. കിരണേട്ടാ, ഞാൻ പാവാട ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഓടിയ അതിൽ തട്ടി ഞാനിപ്പോ വീഴും.
ഓടുന്നതിൽ രണ്ടുപേരും കിരണിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. വാഷ്റൂം എത്തിയതും കിരൺ പിടിവിട്ടു. നീയൊക്കെ എത്ര നേരമായി സംസാരം തുടങ്ങിയിട്ട്? ഗൗരവം വാരി നിറച്ചുള്ള അവന്റെ ചോദ്യം കേട്ട് രണ്ടുപേരൊന്ന് പകച്ചു. അത് ഞാൻ താഴ്ന്നു വന്നപ്പോൾ മുതൽ എന്തേ? നീലാംബരി ഒരു പകപ്പോടെ പറഞ്ഞു. ഓക്കെ, അപ്പൊ മുതൽ അവനെ പറ്റിയാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ലല്ലോ, വേറെയും കാര്യങ്ങൾ പറഞ്ഞു അല്ലേ നില? കാവ്യ നീലാംബരിയെ ശരിയല്ലേ എന്ന രീതിയിൽ നോക്കി. ആ അതെ. നീലാംബരിയും കാവ്യക്ക് ശരിവെച്ചു. ഓ, അവനെ പറ്റി എന്താ നീ പറഞ്ഞു? ഇത്തവണ കാവ്യയോടാണ് കിരൺ ചോദിച്ചത്. അപ്പോഴും കിരണിന്റെ ദേഷ്യം ഒരു തെളിവില അഴിഞ്ഞിരുന്നില്ല. ഞാനല്ല പറഞ്ഞു, ഇവളാ ലിഫ്റ്റിൽ വെച്ച് ഇവൾക്ക് ജാന്റെ അടുത്ത് ചേർന്ന് നിൽക്കേണ്ടി വന്നു. ദേ ഇതുപോലെ. അതും പറഞ്ഞ് കാവ്യ കിരണിന്റെ നെഞ്ചത്തോട്ട് കയറി. മതി മതി, ബാക്കി പറ. കിരൺ പരവേശത്തോടെ കാവ്യെ തടഞ്ഞുകൊണ്ട് പുറകിലേക്ക് മാറി കൈയും കെട്ടി ഗൗരവത്തിൽ നിന്നു. ബാക്കി എന്താ? 12th ഫ്ലോറിൽ ഇറങ്ങേണ്ട ജാൻ 6th ഇറങ്ങിപ്പോയി. അപ്പൊ ഇവള് പറയുക അവൾ അത്രയും ചേർന്ന് നിന്നോട് കൺട്രോൾ പോയിട്ടാ ജാൻ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന്. കിരൺ നീലാംബരിയെ നോക്കി ദേഷ്യത്തോടെ നാവും ചുണ്ടും കടിച്ചു. അവൾ നല്ലപോലെ നിളിച്ചു കാട്ടി. നനയ്ക്കാൻ വെച്ചിട്ടുണ്ട്, ബാക്കി കൂടെ പറ. ബാക്കി പറയാനെന്താ കിരൺ? ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, ജാൻ ചിലപ്പോ ഗേ ആയിരിക്കുമെന്ന്. എന്തോന്ന്? കിരണിന്റെ കണ്ണുകൾ ബുൾസൈ പോലെ മിഴിഞ്ഞു വന്നു. ഗേ എന്തേ? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? ഞാൻ അപ്പഴേ ഇവളോട് പറഞ്ഞ കിരണ്ടാ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞാ കറക്റ്റ് എന്ന്. ഞങ്ങൾ വേറൊന്നും ചെയ്തില്ല, ഇത്രയേ ചെയ്തുള്ളൂ എന്ന മട്ടിൽ നിൽക്കുന്ന രണ്ടുപേരുടെയും ചെവിക്ക് പിടിച്ച് കറക്കിക്കൊണ്ട് കിരൺ പറഞ്ഞു. എടി പഞ്ചപാവികളെ, നിനക്കൊക്കെ 25 വയസ്സുടെ ബുദ്ധി പോലും ഇല്ലാതെ പോയല്ലോ. നിന്നോടൊക്കെ രാവിലെ മുതൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഫ്ലോറിലെ ക്യാമറ ആപ്ലിക്കേഷൻ അവന്റെ ഫോണിലും ലാപ്പിലും ഉണ്ടെന്ന്. ശുഭദിനം നീല, എനിക്ക് എൻ്റെ അമ്മയെ അനിയനെ ഇപ്പൊ കാണണം. ഞാൻ ലീവ് എടുത്ത് പോവാ നാട്ടിലേക്ക്. കാവ്യ യാന്ത്രികമായി പറയുമ്പോൾ നീലാംബരി ചുണ്ടുവിളിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് അമ്മയെ കാണണം. അയ്യടി, അപ്പൊ കുറച്ചു മുന്നേ നീ പറഞ്ഞോ പുലിമടയിൽ കയറിച്ചെന്ന് അമ്മയുടെ സ്നേഹം കാണിക്കാൻ മാത്രം ബുദ്ധി ഇല്ലാത്തവളല്ലേ നീയെന്ന്. നിനക്ക് കൊടുക്കത്ത ബുദ്ധിയാടി സത്യം. ആഹാ, അതെ അത് ഞാൻ തിരിച്ചെടുത്തു. എനിക്ക് ബുദ്ധി തീരെയില്ല. ഓഹോ, പറ്റില്ല. ഒരു ഡിപ്പാർട്ട്മെന്റ് രണ്ടുപേർക്ക് ഒരുമിച്ച് ലീവ് ആ കാളി കീർത്തന കൊടുക്കില്ല. അതുകൊണ്ട് എനിക്ക് വേണം ലീവ്. കാവ്യ വാശിയോടെ പറഞ്ഞു. പറ്റില്ല, എനിക്ക് വേണം ലീവ്. സ്റ്റോപ്പ് ഇറ്റ്! കിരൺ അലറി. ഒരുമാതിരി ജാന്റെ ബാധകേറ്റത്തിന്റെ ദേഹത്ത്. നീയൊക്കെ പണ്ട് ഇങ്ങനെയാണോ? അത് ഈ രോഗം പകർന്നോ? കാവ്യയും നിലയും തലകുനിച്ചു നിന്നു. കിരൺ വീണ്ടും ഉറഞ്ഞുള്ളി. നില മോത്തോകടി, നിനക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടിയ ഉടനെ നീ എന്തിനാ അവന്റെ ടോപ്പിക് സംസാരിക്കുന്നത്? അത് ഈ ബുദ്ധിയില്ലാത്ത കഴുതയോട്. നേ കിരൺ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. കാവ്യ അവന് നേരെ വിരൽച്ചുകൊണ്ടി ആ വിരലിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. എന്താ അനാവശ്യം? നിന്നോടല്ലടി നാശമെന്ന് രാവിലെ മുതൽ ക്യാമറ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിച്ചുകൂടെ? ഇപ്പോഴും പോയിട്ടില്ല. CCTV കണക്ഷൻ കൊടുക്കാൻ വന്നവൻ പൊസിഷൻ കറക്റ്റ് ചെയ്യുക. രണ്ടുപേരും ഇവിടെയുണ്ട്. രണ്ടുപേരും ജാനോട് 6th ഫ്ലോറിൽ. അവിടെ ഇരുന്ന് ഫോണിൽ നോക്കി അവൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്ന് വന്ന 2 മെയിൽ മോഡൽസിനെ പാർക്കിംഗ് കൊണ്ടുവിട്ടിട്ട് മുകളിലേക്ക് വന്നവൻ പെട്ടെന്ന് എന്താ അറിയില്ല 6th ഇറങ്ങിയിട്ട് എന്നോട് പറഞ്ഞ് ലാപ്പ് എടുത്തിട്ട് വരാൻ. ഞാൻ അങ്ങനെ ഇങ്ങോട്ട് വന്ന് അപ്പോഴാ നിന്റെ സംസാരം കേട്ടത്. ഇനി അനുഭവിച്ചോ? അവസാനം നീലാംബരിയെ നോക്കി അവനൊന്ന് കടുപ്പിച്ച് പറഞ്ഞു നിർത്തി. എല്ലാം കേട്ടതും പിള്ളേര് സീരിയസ് ആയി. കിരണേട്ടാ, വീണ്ടും പണിയാവോ എന്റെ ജോലി? നീലാംബരി തലക്ക് കൈ കൊടുത്ത് നിന്നു. മറ്റേ കാര്യം കേട്ടുകാണോ? കാവ്യ രഹസ്യം പറയുമ്പോൾ ചോദിച്ചു. എന്ത് മറ്റേ കാര്യം? നീലാംബരിക്ക് ആദ്യം കത്തിയില്ല. ഏലസ്. ഈശ്വര, ജോലിയും പോയി, എന്റെ മാനവും പോയി. ഇതിലും ഭേദം ടീച്ചർമ്മക്ക് വരെ മുകുന്ദം വന്നാൽ മതിയായിരുന്നില്ല. സംസാരിക്കാൻ ടോപ്പിക്ക് വേറെ കിട്ടിയേനെ. കാവ്യ താടി കയ്യും കൊടുത്തെന്ന് പറഞ്ഞു. ഇതെല്ലാം കണ്ടിരുന്ന കിരൺ പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. മതി, ഇനി ഇന്ന് മോങ്ങിയിടുന്ന കാര്യം. അവൻ കണ്ടോന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പഴയ ബ്രാഞ്ചിലേക്ക് പോവാ. ശിവങ്ങളുടെ കൂടെ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. കൂട്ടുകാരികൾ ദേ ആ കാണുന്ന ഗ്ലാസ് പൊട്ടിച്ച് താഴേക്കാടി ആത്മഹത്യ ചെയ്തോ? അതാ ഇനി നല്ലത്. ഞാനെന്തിനു ചാടണം? അതിന് മാത്രം ഞാൻ ചാടിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. ഒരു സംശയം പറഞ്ഞതല്ലേ ഉള്ളൂ. ഈ ആണ് പെണ്ണെന്നൊക്കെ പറയുമ്പോലല്ലേ ഗേ എന്നൊക്കെ പറയുന്നു. പിന്നെതിനാ ഞാൻ പേടിക്കുന്നു? കാവ്യ നിസ്സാരമട്ടിൽ പറഞ്ഞുകൊണ്ട് കൈമറത്തി. കിരൺ നാവ് കൊണ്ട് കവിളന്ന് ഒഴിഞ്ഞു. അതെ, നീ ഒന്നും ചെയ്തില്ല. അതുകൊണ്ടാ ഈ നിൽക്കുന്ന നാവിനില്ലാത്ത എന്റെ പെങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞു. നിന്നെ പോലെ ബുദ്ധിയില്ലാത്ത കഴുതയോടാണ് ഇതൊക്കെ വിളിച്ച് പറയുന്നെന്ന്. എല്ലാം കേട്ട് നീ രസിച്ചിട്ട് ഇപ്പൊ കൈമലത്തുന്നു. നിനക്ക് പറഞ്ഞുകൂടായിരുന്നോടി ഇവിടെ ക്യാമറ ഉണ്ട് പിന്നെ പറയാന്ന്. കിണ്ടി ചോദിച്ചിട്ട് പൊട്ടിക്കൊണ്ട് എല്ലാം പറയിപ്പിച്ച് നിൽക്കുന്ന നിൽപ്പണ്ടില്ലേ ഒരാളോ തന്നാലുണ്ടല്ലോ. കിരൺ കൈമടക്കി കാവ്യെ തല്ലാൻ ചേർന്നു. കാവ്യയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പഴയ ഓരോ കാര്യങ്ങൾ ഓരോ സൈഡിൽ നിന്ന് സോൾവ് ചെയ്ത് തരുമ്പോഴാ പുതിയ ഏണിയും പിടിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്ന രണ്ടും കൂടി. പറഞ്ഞുകൊണ്ട് കിരൺ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി. കാവ്യയും നീലാംബരിയും മുഖത്തോട് മുഖം നോക്കി നിരാശയോടെ നിന്നു. നീ വിഷമിക്കണ്ട, ഞാൻ കേട്ട് കാണില്ല. പിന്നെ അങ്ങനെ ഫുൾ ടൈം നിന്നെ നോക്കി ഇരിക്കുവാണ് ക്യാമറയിൽ. കാവ്യ നീലാംബരിയെ സമാധാനിപ്പിച്ചു. വാഷ്റൂമിൽ നിന്നിറങ്ങി ക്യാബിൻ്റെ അടുത്തേക്ക് വന്ന് നടന്നു. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് കുറച്ചൊക്കെ സ്റ്റാഫുകൾ വന്നു തുടങ്ങിയിരുന്നു. കഴുത്തിൽ കിടന്ന ഓഫീസ് ഐ ഡി കൈവിരലിനാൽ ചുറ്റിച്ചുകൊണ്ട് ടെൻഷനോടെ നീലാംബരി മെല്ലെ നടന്നു. ക്യാബിന്റെ അടുത്തെത്താറായതും ഓഫീസ് ആ ഡോർ ഓപ്പണായി കയറിയിരുന്ന ആളെ കണ്ട് കാവ്യ നീലാംബരി അവിടെ തറഞ്ഞു പോയി. ജാൻ! വേഗത്തിൽ കയറി വന്ന ജാൻ അവർ രണ്ടാളെയും കണ്ടതും അല്പൊന്ന് മെല്ലെ നടന്ന് അവർക്കരികിലേക്ക് വന്നു.
കണ്ണിൽ നിന്നും സൺഗ്ലാസ് ഊരി നീലാംബരിയുടെ അടുത്തേക്ക് വന്ന് നിന്നു അവൻ. ഇടത് കവിൾ നാവിനാൽ പരതിക്കൊണ്ട് ഗൗരവത്തോടെ അവൾ അടിമുടിയൊന്ന് നോക്കിയവൻ. ആദ്യം നോക്കിയെങ്കിലും പിന്നീട് അവന്റെ മുഖത്ത് നോക്കാനാവാത്ത അലൂനിച്ച് നിന്നതേയുള്ളവൾ. മുഖത്ത് ഭയവും ചമ്മലും നിറഞ്ഞ ഭാവമായിരുന്നു നീലാംബരിക്കെങ്കിൽ കാവ്യക്ക് അവളുടെ സ്ഥായിയായ ഭാവമായ ഇനി എന്ത് ചെയ്യാനാ എല്ലാം പറ്റിപ്പോയി എന്ന ഭാവമായിരുന്നു. ഇരുവരെയും ഒരിക്കൽ കൂടിയൊന്ന് നോക്കി കയറി വന്ന സ്പീഡിൽ തന്നെ ക്യാബിനിലേക്ക് നടന്നുപോയി അവൻ. രണ്ടാളും അവരവരുടെ ചെയറിൽ ഒരു പാവയെ പോലെ നടന്നു വന്നിരുന്നു. അപ്പോഴേക്കും പരസ്പരം ഒന്നും സംസാരിച്ചിരുന്നില്ല അവർ. അശ്വിനും ഡാലിയും കാവ്യയും നീലാംബരിയും മാറി മാറിയും നോക്കി. ഇതെന്താ അടയും ചക്കരയും കൂട്ടുവെട്ടിയെന്ന പോലെ. ജാന്റെ ക്യാബിനിലേക്ക് കീർത്തന കോഫിയുമായി പോകുന്നവർ നോക്കിയിരുന്നു. അവരെ നോക്കുമ്പോൾ കീർത്തനയുടെ മുഖത്ത് വല്ലാത്തൊരു പുച്ഛം നിഴലിച്ചിരുന്നു. പുറകിൽ നിന്ന് ആരോ തള്ളി തള്ളി വിടും പോലെയാണ് കീർത്തനയുടെ നടത്തം. പോകുന്ന പോക്കിൽ നീലാംബരിയെ നോക്കി ഒന്ന് ആക്കി ചിരിക്കാൻ അവൾ മറന്നില്ല. അത് കണ്ട് നീലാംബരി ദേഷ്യത്തോടെ കാവ്യയോട് എന്തോ പറയാനായി വായു തുറന്നു. കാവ്യ കൈ ഉയർത്തി അവളെ തടഞ്ഞ് ദയനീയ ഭാഗത്തിൽ കൈകൾ കൂപ്പി. പിന്നെ ചുണ്ടുകൾ കൂട്ടിവെച്ച് സിബിട്ട് കാണിച്ചു. തന്റെ മുന്നിൽ ചുമലിരിക്കുന്ന ക്യാമറ നോക്കി നീലാംബരി പല്ലുകടിച്ചു. നാശം പിടിക്കാൻ ഇതെന്താ ബിഗ് ബോസ് ഷോ ആണോ? പെട്ടെന്നാണ് ദൂരെ എവിടെ എന്തോ വീണ് പൊട്ടുന്ന ഒച്ച കേട്ടത്. എല്ലാവരും നമ്പരുന്നു. ജാന്റെ റൂമിനടുത്ത് ക്യാബിലിരുന്നവർ അടഞ്ഞിടക്കുന്ന ജാന്റെ ക്യാബിൻ ഡോറിലേക്ക് നോക്കുന്ന കണ്ടപ്പോൾ ഒച്ച കേട്ടത് അവിടെ നിന്നാണ് ചിലർക്കൊക്കെ മനസ്സിലായി. ചിലർ അവിടെ വരെ പമ്മി പമ്മി പോയി നോക്കുന്നുണ്ട്. ഡോർ അടഞ്ഞിടക്കുന്നതിനാൽ തന്നെ ഒന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ഡോറിൽ നിന്ന് കീർത്തന ഇറങ്ങി വരുന്നുണ്ടത്. അവരുടെ മുഖത്ത് വല്ലാത്ത അപമാനഭാവം ഉണ്ടായിരുന്നു. ആരുടെയും മുഖത്തേക്ക് നോക്കാൻ നടന്നു വന്ന കീർത്തനെ കണ്ടപ്പോൾ നീലാംബരിയും കാവ്യയും മുഖത്തോട് മുഖം നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.